ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്ന വിചിന്തനത്തിൽ നാം ഈ ദിവസങ്ങളിലൊക്കെ അപ്പസ്തോലന്മാരുടെ ജീവിതം, മരണം, അതുമൂലമുണ്ടായ സൽഫലങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്നത് 2 അപ്പസ്തോലന്മാരെ കുറിച്ചാണ്. ഒന്ന് യോഹന്നാൻ ശ്ലീഹ, രണ്ടാമത്തെ വ്യക്തി പീലിപ്പോസ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സഹനങ്ങളൊക്കെ, ചില നഷ്ടങ്ങളൊക്കെ നേട്ടമായി മാറും എന്നത് തെളിയിച്ച ഒരു സംഭവം ഞാൻ ഓർക്കാം. 2 സ്ത്രീകൾ അവര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അതില് ഒരാൾക്ക് സെലക്ഷൻ കിട്ടി, ജോലി കിട്ടി, മറ്റേയാൾക്ക് കിട്ടിയില്ല. കിട്ടാതിരുന്ന ആൾക്ക് അത് വലിയൊരു സഹനമായിരുന്നു. പക്ഷേ അവിടെ ജോലി കിട്ടിയില്ലെങ്കിലും അവർ തുടർന്നു, ഒരു ജോലിക്കായിട്ടുള്ള അന്വേഷണം അവർ തുടർന്നു. ഇന്റർവ്യൂ വീണ്ടും മറ്റ് സ്ഥലങ്ങളിൽ അറ്റൻഡ് ചെയ്തു. ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് സെലക്ഷൻ കിട്ടി. അതും നേരത്തെ അവളുടെ കൂട്ടുകാരിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ ഇരട്ടി ശമ്പളം, ഇരട്ടി സൗകര്യം. ഒരു കാര്യം അവൾക്ക് മനസ്സിലായി, അവിടെ കിട്ടാതിരുന്നത് നന്നായി. 2 മാസം എടുത്തെങ്കിലും ഇവിടെ ഇരട്ടി ശമ്പളവും ഇരട്ടി സൗകര്യമായിട്ട് ഒരു ജോലി വന്നപ്പോൾ ഈ 2 മാസം കാത്തിരുന്നത് നഷ്ടമല്ല, അവിടെ കിട്ടാതിരുന്നത് നഷ്ടമല്ല എന്നുള്ള ആ ഒരു ബോധ്യം അവർക്കുണ്ടായി. ഇപ്രകാരം ചില സഹനങ്ങളെല്ലാം നമ്മുടെ നേട്ടത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ് എന്ന് തെളിയിച്ചവരാണ് അപ്പസ്തോലന്മാർ. ഞാൻ നേരത്തെയും സൂചിപ്പിച്ച ഒരു കാര്യമാണ്, 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ മാത്രമേ രക്തസാക്ഷിയാകാതെ മരിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ അവർക്കും രക്തസാക്ഷിത്വം വരിക്കാനുള്ള അവസരം വന്ന് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് പോലും ദൈവം പ്രത്യേകമായ രീതിയിൽ സംരക്ഷിച്ചത് കൊണ്ടാണ് ആ സമയത്ത് മരിക്കാതിരുന്നത്. അതിനുശേഷം യോഹന്നാൻ ശ്ലീഹ ഏറെ വർഷങ്ങൾ ജീവിച്ചു, പ്രായമായി മരിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രക്തസാക്ഷിത്വം മറ്റ് 11 പേരെ പോലെ എടുത്തില്ലെങ്കിലും ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വചന വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമുക്കറിയാമല്ലോ, സെബദീ പുത്രന്മാരിൽ ഒരാളാണ് വലിയ യാക്കോബ്, അടുത്തയാളാണ് യോഹന്നാൻ. ഇനി ഇവർ 2 പേരും കോർ ഗ്രൂപ്പ് അംഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പത്രോസും ഇവർ 2 പേരും പല അവസരങ്ങളിലായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ഇവർ 3 പേരുണ്ടായിരുന്നു. ജൈറോസിൻ്റെ പുത്രിയെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന രംഗത്ത് ഇവർ 3 പേരുണ്ടായിരുന്നു. ഗെത്സമിൻ പ്രാർത്ഥനയിൽ ഇവർ 3 പേരുണ്ടായിരുന്നു. അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടവനാണ് ഈ യോഹന്നാൻ ശ്ലീഹ. AD 100. ഇനി അങ്ങനെ AD 100 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതും. ആ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അവിടെ ഒരുപാട് ക്ലേശങ്ങൾ, ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ എന്ന് നമുക്ക് മനസ്സിലാവും. യേശുവിൻ്റെ അരുമശിഷ്യൻ യോഹന്നാന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ്. നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ 13:25 എടുക്കുമ്പോൾ യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന് യേശുവിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടാണ് തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലുമെല്ലാം വളരെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഈ ശ്ലീഹായ്ക്ക് നമ്മെ പഠിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യോഹന്നാൻ ശ്ലീഹ നൽകിയ ഏറ്റവും വലിയ പഠനം ദൈവം സ്നേഹമാണ്. നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ കാണുന്ന ഒരു കാര്യം അതാണ്, ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് സ്നേഹമാണ്. പറയുന്നുണ്ട്, ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ആ ദൈവത്തെ പോലെ നമ്മളും സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതവും സ്നേഹത്തിൽ രൂപപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. യോഹന്നാൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത് വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന ഒരു കഴുകൻ. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും, സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് ആധ്യാത്മിക സുവിശേഷം എന്ന ആ ഒരു പേരിലാണ്. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തെർത്തൂല്യൻ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിപ്രവാസത്തിനു മുമ്പ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം തിളയ്ക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് എറിയപ്പെടാൻ ഒരു ആജ്ഞ വന്നതാണ്. പക്ഷേ അവിടെ പ്രത്യേകമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് ആ സമയത്ത് മരിക്കാതിരുന്നത്. പിന്നീട് അദ്ദേഹം ഭാഗ്യമരണം പ്രാപിച്ചു. ആ മരണസമയത്ത് പോലും പലരും അദ്ദേഹത്തോട് ചോദിച്ചു, അവസാനമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? അദ്ദേഹം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കുവിൻ. അതായിരുന്നു യോഹന്നാൻ ശ്ലീഹയുടെ ഏറ്റവും വലിയ സന്ദേശം. പീലിപ്പോസിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ തീക്ഷ്ണമതിയായിട്ട് ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ് പീലിപ്പോസ്. അദ്ദേഹം ഗ്രീസ്, സിറിയ, അർമേനിയ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. AD 80 തുർക്കിയിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയായത് എന്ന് പറയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പഠനം
യോഹന്നാൻ 1:43 വായിച്ചാൽ നോക്കുകയാണെങ്കിൽ സാധിക്കും. രക്ഷകനെ കണ്ടെത്തിയ ഉടനെ ഫിലിപ്പോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. നഥാനിയേലിനെ അവൻ യേശുവിൻ്റെ അടുത്ത് എത്തിക്കുന്നു. അന്ത്രയോസ് പത്രോസിനെ എത്തിച്ചതുപോലെ ഫിലിപ്പോസ് നഥാനിയേലിനെ എത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ തീവ്രമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഈ ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. പന്തക്കുസ്ത കഴിഞ്ഞ് ഫ്രീജിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ഹീരാപ്പോളിസ് എന്ന സ്ഥലത്ത് വെച്ച് രക്തസാക്ഷി മകുടം സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. ഇവിടെ യോഹന്നാൻ ശ്ലീഹായെ ഫിലിപ്പോസിനെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുമ്പോൾ ഇവർക്കുണ്ടായിരുന്നതുപോലെ ഒരു സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടാകുവാൻ, അത് ഒരു രക്തസാക്ഷിത്വത്തോളം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണമെങ്കിൽ സന്തോഷത്തോടെ വിട്ടുകൊടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരസ്പര സ്നേഹത്തിൽ വസിക്കാത്ത ദമ്പതിമാരെ പ്രത്യേകം ഓർത്ത് അവർ പരസ്പര സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.